അതിന്റെ ബാക്കി എടുക്കാം. അപ്പം ഇന്നത്തെ അതിലത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ്? വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ്? ഉത്തരം നിസ്സഹകരണ സമരം. ഉത്തരം നിസ്സഹകരണ സമരം. ഉത്തരം നിസ്സഹകരണ സമരം. അടുത്ത ചോദ്യം, ഏതു സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത്? ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടന്നതാണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം AK ഗോപാലൻ. ഉത്തരം AK ഗോപാലൻ. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക്, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആര്? ഒന്നുകൂടി വെച്ചുതരാം. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക്, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആര്? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആര്? ഉത്തരം അക്കാമ ചെറിയാൻ. ഉത്തരം അക്കാമ ചെറിയാൻ. അടുത്ത ചോദ്യം, നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്ത്? നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ, അതായത് ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ. ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1950 ജനുവരി 26. 1950 ജനുവരി 26. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ഉത്തരം റിപ്പബ്ലിക് ദിനം. ഉത്തരം റിപ്പബ്ലിക് ദിനം. ഇനി നമുക്ക് ചാച്ചാജിനെ കുറിച്ച് നോക്കാം. ചാച്ചാജി നിങ്ങൾക്ക് അറിയാം, എന്നാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്വന്തം ചാച്ചാജി നവഭാരത ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തിലൂടെ ഇത് വെച്ച് നിങ്ങളൊരു ജീവചരിത്ര കുറിപ്പുണ്ടാക്കാൻ നോക്കാം. ജനനം 1889 നവംബർ 14 അലഹബാദിൽ. മാതാപിതാക്കൾ മോത്തിലാൽ നെഹ്റു, പിതാവ് സ്വരൂപ് റാണി, മാതാവ്. പഠനം ഇംഗ്ലണ്ടിലെ ഹാരോ, കേംബ്രിഡ്ജ് സർവകലാശാലകളിൽ. ആദ്യ ജോലി അഭിഭാഷകൻ. വിവാഹം 1916 കമല കൗളുമായി. ഏകമകൾ ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് നെഹ്റു ആണ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇത് മൊത്തം ഒന്നും കൂടി ആയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി 1947 ആഗസ്റ്റ് 15 മുതൽ മരണം വരെ. ആത്മകഥ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ചരിത്രാവലോകനം എന്ന പുസ്തകവും അദ്ദേഹത്തിൻ്റെതാണ്. മരണം 1964 മെയ് 27. സമാധിസ്ഥലം ശാന്തിവനം. ശിശുദിനം നെഹ്റുവിൻ്റെ ജന്മദിനമായി
ശിശുദിനം, നെഹ്റുവിൻ്റെ ജന്മദിനം നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ ജസ്റ്റ് വായിച്ചു തരാം. നവഭാരത ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തിലൂടെ. നമുക്ക് നോക്കാം. ഇത് വെച്ച് നിങ്ങളൊരു ജീവചരിത്രക്കുറിപ്പ് എഴുതല്ലോ. ജനനം 1889 നവംബർ 14 അലഹബാദിൽ. പ്രധാനമന്ത്രികളുടെ നഗരം എന്നറിയപ്പെടുന്ന അലഹബാദിൽ. മാതാപിതാക്കൾ മോത്തിലാൽ നെഹ്റു, പിതാവ് സ്വരൂപ് റാണി, മാതാവ്. പഠനം ഇംഗ്ലണ്ടിലെ ഹാരോ, കേംബ്രിഡ്ജ് സർവകലാശാലകളിൽ. ഓക്കെ. ആദ്യ ജോലി അഭിഭാഷകൻ. വിവാഹം 1916 കമല കൗളുമായി. കമല കൗൾ എന്നാണ് ശരിക്കും പേര്. നെഹ്റുവിന്റെ ഭാര്യയുടെ ശരിക്കും പേരാണ് കമല കൗൾ. ഏകമകൾ ഇന്ദിരാഗാന്ധി. സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് നെഹ്റു ആണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി 1947 ആഗസ്റ്റ് 15 മുതൽ മരണം വരെ നെഹ്റു ചുമതലയേറ്റു. ആത്മകഥ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ചരിത്രാവലോകനം എന്ന പുസ്തകവും അദ്ദേഹത്തിൻ്റെതാണ്. മരണം 1964 മെയ് 27 സമാധിസ്ഥലം ഷാജിവൻ. ശിശുദിനം നമ്മൾ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇനി നമുക്ക് ആര് പറഞ്ഞു എന്താണ് സംഭവം നോക്കാം. ഞാൻ കുറെ വാക്യങ്ങൾ വായിക്കും. അത് ആരാണ് പറഞ്ഞതെന്ന് നോക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾ ഗസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കുള്ള ഉത്തരം പറയാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും. പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഇത് ആര് ഏത് വേളയിൽ പറഞ്ഞു? എല്ലാം ഏത് വേളയിലില്ല, ഏത് വേളയിൽ പറഞ്ഞു? ഉത്തരം മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ചെയ്യുമ്പോൾ. ഒന്നുകൂടി വെച്ചരാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും. പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം ജഡം സമുദ്രത്തിന് സമർപ്പിക്കും. മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര വേളയിൽ പറഞ്ഞത്. അടുത്തത് നിങ്ങൾക്കറിയാം ആയിരിക്കാം. ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. അല്ലെ? ആരുടേതാണ്? മഹാത്മാഗാന്ധി ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇതൊക്കെ ആരാ പറഞ്ഞത്? മഹാത്മാഗാന്ധിയാണല്ലേ പറഞ്ഞത്. ആദ്യത്തേത് ക്വിറ്റ് ഇന്ത്യ സമരാഹ്വാനം. മറ്റേത് എന്താണ്, നമ്മൾ ഇന്നലെ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ പോകുന്ന സമയത്ത് ആരോ ചോദിച്ചു എന്താണ് സന്ദേശം. അന്നേരമാണ് പറഞ്ഞത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, അല്ലേ? അടുത്തത്, ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ പറഞ്ഞതാണ്. ഒന്നും കൂടി വായിച്ചുതരാം. ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ഇത് നെഹ്റു പറഞ്ഞതാണല്ലേ. ഇത് നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ. അടുത്തത്, സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടേതാണ്? ബാലഗംഗാധര തിലക്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. അടുത്തത്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്, അല്ലേ?
ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ് ആരുടെയാണ്? ഭഗത് സിംഗ് ആണ് അല്ലേ. ലാസ്റ്റ് വൺ ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് തന്നെയാണ് ഉത്തരം വരുന്നത്, യൂസഫ് മെഹ്റലി. ഓക്കെ, യൂസഫ് മെഹ്റലി. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മുടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ചാച്ചാജിനെ പരിചയപ്പെട്ടു, കുറച്ച് വാക്യങ്ങൾ ആര് പറഞ്ഞതെന്ന് പരിചയപ്പെട്ടു, 8 ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. അപ്പം അടുത്ത വീഡിയോയിൽ പുതിയ വിഷയമായിട്ടാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.